അല്ല പേഴ്സൻ്റെ മോർണിംഗ് മെസ്സേജസ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. Ace of Wands, Six of Cups, good. Seven of Wands, Death, Four of Cups, okay. Queen of Wands, Two of Wands, Eight of Wands, Queen of Cups, okay. Seven of Wands എന്തുകൊണ്ടാണ് ഡിവൈൻ ഇവിടെ വന്നത്? വൈ സെവൻ ഓഫ് വാൻസ് ചെയ്യോ? കിങ് ഓഫ് കപ്സ്. ടു ഓഫ് വാൻസും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. എന്തുകൊണ്ടാണ് ടു ഓഫ് വാൻസ് ഇവിടെ വന്നത്? ടു ഓഫ് വാൻസ്, ടെമ്പറൻസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏസ് ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായൊരു പുതിയ തുടക്കം വേണം എന്ന്, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയം വളരെ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ്, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം അവർ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നതായിട്ട് അവർ പറയുന്നു കേട്ടോ. സെവൻ ഓഫ് വാൻസ് വെച്ച് എന്തോ ഒരു സാഹചര്യത്തിൽ അവർ ആക്ഷൻ ഒന്നും എടുക്കാൻ സാധിക്കാതെ ഓർമ്മകളിൽ പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവിടെ. കാരണം സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ആക്ഷൻ ഒന്നും എടുക്കാൻ സാധിക്കാതെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അവിടെ കാണുന്നത്. അത് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് തന്നെ അവർ പറയുന്നു കേട്ടോ. ഫോർ ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും അവർ പറയുന്നുണ്ട്. ക്വീൻ ഓഫ് വോൺസ് വെച്ച് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റും ഉണ്ട് അവർക്ക്. നിങ്ങളെ ഒരുപാട് സ്നേഹവുമാണ്. സ്നേഹത്തോടൊപ്പം നിങ്ങളുടെ നിലപാടുകളിൽ അവർക്ക് അഭിമാനമുണ്ട്. അഭിമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നിങ്ങളെ ഓർക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ടു ഓഫ് വോൺസ് വെച്ച് പലരും ലോങ് ഡിസ്റ്റൻസിലാണെന്നും കാണുന്നുണ്ട്. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ലോങ് ഡിസ്റ്റൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഇവർക്ക് ആക്ഷൻ ഒന്നും എടുക്കാതെ അവർ വെയിറ്റിങ്ങിൽ ഇരിക്കുന്നതായിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, എന്ത് തന്നെ ആയാലും അവർ ആ സിറ്റുവേഷൻ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനമായി വരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കണ്ടെത്തണം എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എയ്റ്റ് ഓഫ് വാൻസ് വെച്ച് നിങ്ങൾക്ക് ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ, ഒരു കോൾ, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ. അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളോടൊരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യാൻ അവർ പറയുകയാണ് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു.